കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ലൈവായിട്ട് താഴത്ത് വീഴാതെ നമുക്ക് മാങ്ങ പറിക്കണം. അതൊന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ കുറച്ച് മാങ്ങയുണ്ട്, അത് ഫ്ലഷി ആയിട്ടുള്ള മാങ്ങയാണ് നല്ലത്. നമുക്ക് നല്ല മാങ്ങകൾ വെച്ചിട്ട് നമുക്ക് മാങ്ങ പുളിശ്ശേരി ചെയ്യാം, അതും കോവിലം മോഡൽ. അപ്പം എങ്ങനെ പോവല്ലേ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്? വെന്ത് വരുന്ന സമയത്ത് ശർക്കര പാനി ഒഴിക്കാം, അതിനുശേഷം നെയ്യ് ഒഴിക്കണം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും തേങ്ങ, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തൈര്, ഇത് മൂന്നും ആഡ് ചെയ്ത് നമ്മളുടെ ഒരു കല്ലിലരയ്ക്കണമെന്നുണ്ടെങ്കിൽ വെണ്ണ പോലെ അരച്ച് കിട്ടണം. ഉലുവ, കടുക്, മുളക്, അതുപോലെ കറിവേപ്പില, ഇത് നെയ്യിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ പാകം. എന്നിട്ട് നമുക്ക് കറിവേപ്പില വെച്ച് മനോഹരാക്കി കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി റെഡി ആട്ടോ. അപ്പം എങ്ങനെ ഇഷ്ടമായോ? അപ്പം ഞാൻ പോയിട്ട് ഈ മാമ്പഴ പുളിശ്ശേരി കൂട്ടി കുറച്ച് മാമ്പഴം ഇട്ട് വരാം. വീണ്ടും കാണാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.